ഹലോ, ഇന്ന് നമ്മൾ മീൻ കറിയാണ് വെക്കുന്നത്. മീൻ മുളകിട്ടതാണ് വെക്കുന്നത്. മീൻ നന്നായി കഴുകി വൃത്തിയാക്കി മഞ്ഞളെല്ലാം ചേർത്ത് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിനാവശ്യമായ ചേരുവകൾ: ചെറിയ ഉള്ളി ഒരു 100 ഗ്രാം, ഒരു പകുതി വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്, കറിവേപ്പില, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്, ചട്ടിയിൽ വെക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. വെളിച്ചെണ്ണയെല്ലാം ഒഴിച്ച് ഇതൊരു 1/2 സ്പൂണ് ഉലുവ നന്നായി പൊട്ടുമ്പോൾ വെളുത്തുള്ളി ചേർക്കുക. ഇനി അതിനകത്തേക്ക് കുറച്ച് ഇഞ്ചിയും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. പിന്നെ തക്കാളി, ചെറിയ ഉള്ളി, ഒരു കഷ്ണം വലിയ ഉള്ളിയും ചേർത്തിട്ടുണ്ട്. അതും ചേർത്ത് നന്നായി വഴറ്റുക. ചെറിയ ഉള്ളി കൂടുതൽ ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. കുറച്ച് കറിവേപ്പിലയും ചേർത്തു. ഉപ്പും കൂടി ചേർക്കണേ. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മുളക് പൊടിയെല്ലാം വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ചൂടായിട്ട് വരണേ. ഇനി 2 സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ 1 സ്പൂണ് മല്ലി. പുളിയാണ് ചേർക്കുന്നത്, തെനമ്പുളിയാണ്, ഉപ്പിലിട്ട് വെച്ചതാണ് കേട്ടോ. സാദാ പുളിയും ചേർക്കാം. നന്നായി മിക്സ് ചെയ്ത് അതിനകത്തേക്ക് 2 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇത് നന്നായി തിളച്ച് വരണം. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ മഞ്ഞൾ തേച്ച് വെച്ച മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇടുകയാണ് കേട്ടോ. കഷ്ണങ്ങളെല്ലാം ഇതിനകത്തേക്ക് ഇങ്ങനെ താഴ്ത്തി കൊടുക്കണം. നല്ലോണം വേവണം. ഇതാ തിള വന്നു. പതുക്കെ ഇളക്കി കൊടുക്കണേ, മീൻ പൊട്ടാതെ. ഇതിങ്ങനെ സൈഡിൽ എണ്ണമയം വരുമ്പോഴാണ് ഏകദേശം റെഡിയായി തോന്നുന്നത്. ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഉപ്പിട്ടിട്ടുണ്ട്. മുകളിൽ ഇങ്ങനെ എണ്ണമയം വരണം. കറിവേപ്പിലയും വെക്കുന്നുണ്ട്. കുറച്ച് ഉലുവപ്പൊടി ഇടുന്നുണ്ട്, അത് കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. മീൻ കറി റെഡിയായി. ഇതൊരു 5-6 മണിക്കൂർ ഇങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാലാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഉണ്ടാക്കി അന്നപ്പം കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ ഉപ്പും എരിവും പുളിയൊക്കെ മീൻ കഷ്ണത്തിന് പിടിക്കും. ഞാൻ ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ എടുക്കുന്നത്. ചപ്പാത്തിക്ക് കൂട്ടി കഴിക്കാൻ പോവാണ് കേട്ടോ.
നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക.